Today we are going to discuss the deflection magnetometer in tan A, tan B and tan C positions. ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മാഗ്നറ്റോമീറ്റർ വെച്ചിട്ട് നമുക്കൊരു ബാർ മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് അതുപോലെ തന്നെ പോൾ സ്ട്രെങ്ത് ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിൽ നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ഇൻ ടാൻ എ പൊസിഷൻ. ടാൻ എ പൊസിഷൻ പറയുന്ന വേറൊരു പേരാണ് എൻഡ് ഓൺ പൊസിഷൻ എന്നുള്ളത്. ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ എല്ലാം മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് സം ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എർത്തിലെ എല്ലാ ഭാഗത്തും എർത്തിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ഷൻ എന്തായാലും ഏത് കോമ്പസിനും വരും. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ കോമ്പസും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ടാൻ എ പൊസിഷൻ എന്നുള്ളതിൽ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അറേഞ്ച്ഡ് പെർപെൻഡിക്കുലർ ടു ദി ലെങ്ത് ഓഫ് ദി ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ആണ് ഈ കാണുന്നത്. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ. അപ്പോൾ ഇവിടെ കാണാവുന്നത് യു ക്യാൻ സീ ദാറ്റ് ഈ ലെങ്ത്ത് എന്നുള്ളത് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു മാപ്പ് കാണുന്നുണ്ട്. സോറി, ഡയറക്ഷൻ ഈസ് ദർ. നോർത്ത് പോൾ കാണിക്കുന്നത്, നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്നത്, എർത്തിൻ്റെ നോർത്ത് കാണിക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ നോർത്ത് എന്നുള്ളത് ഇപ്പോൾ ഇതനുസരിച്ച് ഈ സ്ക്രീനിൽ മുകളിലോട്ടാണ് നോർത്ത് വന്നിട്ടുള്ളത്. മുകളിലോട്ടാണ് നോർത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നൗ ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ഓർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി എർത്ത് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലെങ്ത് ഓഫ് ദി ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ. നമ്മുടെ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യം ഇങ്ങനെ സെറ്റ് ചെയ്യണം ഈ ടാൻ എ പൊസിഷനിൽ. അത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അതാണ് ആദ്യം പറയാൻ പോകുന്നത്. ദ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് in tan A position. Initially the compass box alone is rotated so that 0 line of the compass is parallel to the length of the or arm of the magnetometer. ഈ കോമ്പസ് മാത്രം നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. കോമ്പസ് മാത്രം റൊട്ടേറ്റ് ചെയ്തിട്ട് ആ കോമ്പസിൽ വരുന്ന ഈ 0 ലൈൻ എന്നുള്ളത് മാഗ്നറ്റോമീറ്ററിന് പാരലാക്കി മാറ്റണം. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് ദ മാഗ്നറ്റോമീറ്റർ ആസ് എ ഹോൾ ഈസ് റൊട്ടേറ്റഡ് so that the aluminum pointer, ഈ aluminum pointer it also reads 0. so this is the tan A position. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിംഗ് നടത്തിയാൽ നമുക്ക് കാണാം ഇവിടെ മാഗ്നറ്റ് ഇതാണ്. കോമ്പസിലുള്ള മാഗ്നറ്റിക് നീഡിൽ എന്നുള്ള ഇറ്റ് ഈസ് എ വെരി സ്മോൾ മാഗ്നറ്റിക് നീഡിൽ. അതെപ്പോഴും എങ്ങനെ അറേഞ്ച് ചെയ്യുള്ളൂ? ഇറ്റ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. സോ ദിസ് വിൽ ബി ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. സോ ദിസ് വിൽ ബി ദി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ മാഗ്നറ്റോമീറ്റർ ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വിത്തൗട്ട് എനി മാഗ്നറ്റ്, ഇവിടെ മാഗ്നറ്റ് ഒന്നും വെച്ചിട്ടില്ല. ദിസ് ഈസ് കാൾഡ് ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ. നിങ്ങൾക്ക് ലാബിൽ ഇത് ചെയ്യാനുള്ളതാണ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ഫസ്റ്റ് യു അഡ്ജസ്റ്റ് ദ കോമ്പസ്, then make 0 line parallel to the arm of the deflection magnetometer. Then the magnetometer as a whole is rotated so that aluminum pointer reads 0. അലുമിനിയം പോയിൻ്റർ 0 ആകുന്ന സമയത്ത് മാഗ്നറ്റിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ടാവുക 90 ആണ്. പക്ഷേ ആ റീഡിങ് നമുക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ദിസ് ഈസ് വെരി സ്മോൾ. സെൻറ്ററിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ആ മാഗ്നറ്റിക് നീഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് സൗത്ത് ആണ്. സോ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ വിൽ ബി ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഇനി ഇതിലേക്ക് യു ആർ പ്ലേസിങ് എ മാഗ്നറ്റ്. ആ ബാർ മാഗ്നറ്റ് വെക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ ഇവിടെ ചെയ്യാൻ പോകുന്ന അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദി പോൾ സ്ട്രെങ്ത് and dipole moment of this bar magnet. So that bar magnet is placed at a distance of say small d from the center of the deflection magnetometer such that it is placed in end on direction. End on എന്ന് പറഞ്ഞാൽ it is placed parallel to the arm of the deflection magnetometer. ഈ രീതിയിൽ വെക്കണം. ഹൊറിസോണ്ടൽ ആയിട്ട് ആ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ പ്ലെയിനിൽ ഈ മാഗ്നറ്റോമീറ്ററിന് പാരലായിട്ടാണ് വെക്കുന്നത്. സോ ദാറ്റ് ദിസ് കോമ്പസ് ഈസ് നൗ ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദി മാഗ്നറ്റ്. ഈ മാഗ്നറ്റിൻ്റെ ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ലൈനാണ് ഈ കോമ്പസ് ഉള്ളത്. അപ്പോൾ ഈ ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ആക്സിസ്. ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാർ മാഗ്നറ്റ് വിൽ ബി എയ്തർ
away from the bar magnet or towards it. ഇപ്പോൾ ഈ കേസിൽ ഇവിടെ സൗത്ത് പോൾ ആയതുകൊണ്ട് ദ ഫീൽഡ് വിൽ ബി ടുവാർഡ്സ് ഇറ്റ്. നേരെ മറിച്ച് നിങ്ങൾ എസ് എൻ എന്ന രീതിയിൽ ഇവിടെ സൗത്ത് പോളും ഈ ഡയറക്ഷനിൽ ഇവിടെ നോർത്ത് പോളുമാണെങ്കിൽ ഫീൽഡ് വിൽ ബി away from it. In any way the field will be perpendicular to the magnetic field produced by earth. എർത്തിൻ്റെ ഫീൽഡ് എന്നുള്ളത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. ഈ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ആണെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ വരുന്നുണ്ടാവുക. സോ ദീസ് ടു ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ബിക്കോസ് ഓഫ് ദിസ് സെക്കൻഡ് ഫീൽഡ്, ദാറ്റ് ഈസ് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാർ മാഗ്നറ്റ്, the net field will be arranged in a particular direction so that now our aluminum pointer shows a deflection. ഈ ബാർ മാഗ്നറ്റ് വെക്കുന്ന സമയത്ത് അലൂമിനിയം പോയിന്റർ എന്ത് ചെയ്യും, ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ആദ്യം 0 ആയിരുന്നു, ഇപ്പോൾ 0 അല്ല. സോ ഇറ്റ് വിൽ ഷോ എ ഡിഫ്ലക്ഷൻ സേ ആംഗിൾ തീറ്റ. ഇറ്റ് ക്യാൻ ബി റെഡ് ഫ്രം ഹിയർ ആൻഡ് ഫ്രം ഹിയർ ആൾസോ. ഒരേ പൊസിഷനിൽ നമുക്ക് 2 റീഡിങ് കിട്ടും. കാരണം ഇവിടെയും ഒരു റീഡിങ് കിട്ടുന്നുണ്ടാവും, ഇവിടെയും ഒരു റീഡിങ് കിട്ടുന്നുണ്ടാവും. ഈ അലൂമിനിയം പോയിന്ററിലേക്ക് നോക്കുകയാണെങ്കിൽ കാരണം അലൂമിനിയം പോയിന്റിന് 2 എൻഡ് ഉണ്ട്, 2 എൻഡിലും റീഡിങ് വരും. ദ വിൽ ബി ആൾമോസ്റ്റ് ഈക്വൽ. 1 ഡിഗ്രിയൊക്കെ ഡിഫറൻസ് കാണിക്കാം ഡിപ്പെൻഡിങ് ഓൺ ദ കോമ്പസ്. സോ അപ്പോൾ ഇവിടെ ഈ 2 മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ദി ടാൻജൻറ്റ് ലോ. ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി magnet B is equal to BH into tan theta. BH is the horizontal component of Earth's magnetic field and theta is the deflection. So if BH and theta is known, then B can be discovered. ആ B വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, you can find the magnetic dipole moment and the pole strength of this magnet. So this is the principle. അപ്പോൾ ഇവിടെ ബാർ മാഗ്നറ്റ് വെക്കുന്നത് ഹൊറിസോണ്ടലാണ്. ആൻഡ് അനദർ പോയിന്റ് ഈസ് ദ അലൂമിനിയം പോയിന്റർ റീഡിങ് ഷുഡ് ബി ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഇതിനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ ഇതിനുള്ള ഫോർമുലയിൽ ഒരു ടാൻ തീറ്റ വരുന്നുണ്ട്. ടാൻ തീറ്റ എന്നുള്ളത് ടാൻ 0ക്ക് അടുത്തൊക്കെ എത്തുന്ന സമയത്ത് ടാൻ 0 ആണ്. 0 മുതൽ 30 വരെ ടാൻ്റെ വേരിയേഷൻ വളരെ പെട്ടെന്ന് വേരി ചെയ്യും. എന്ന് വെച്ചാൽ തീറ്റയിലുള്ള ഒരു ചെറിയ വേരിയേഷൻ കൊണ്ട് തന്നെ ടാൻ പെട്ടെന്ന് വേരി ചെയ്യുന്നുണ്ടാവും. 30 മുതൽ 60 വരെ ടാൻ എന്നുള്ള അത്ര പെട്ടെന്ന് സെൻസിറ്റിവിറ്റി വേരി ചെയ്യില്ല. സോ അവർ എക്സ്പെരിമെൻറ്റ് വിൽ ബി മോർ ഓർ ലെസ് ആക്യുറേറ്റ്, ഒന്നുകൂടി കറക്റ്റ് റിസൾട്ട് കിട്ടും. 60ക്ക് അപ്പുറത്തേക്ക് പോയാൽ, ഒരു 90ക്ക് അടുത്തേക്ക് വരുന്ന സമയത്ത് ടാനിൽ ഒരു ചെറിയ ഡിഫറൻസ് വന്നാൽ തന്നെ ടാൻ തീറ്റ വളരെ വലിയ ഡിഫറൻസ് കാണിക്കും. അപ്പോൾ എറർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എറർ മിനിമൈസ് ചെയ്യാനാണ് ഈ ഡിഫ്ലക്ഷൻ 30ക്കും 60ക്കും ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ മാഗ്നറ്റിൻ്റെ ഡിസ്റ്റൻസ് D എന്നുള്ളത് മാറ്റിയാൽ മതി. D കുറയും തോറും ഡിഫ്ലക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് മാഗ്നറ്റിൻ്റെ ഫീൽഡ് കൂടുതൽ സ്ട്രോങ് ആയി വരും. D എന്നുള്ളത് കൂടുന്തോറും ഡിഫ്ലക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ the distance D is so adjusted that deflection in the aluminum pointer is always between 30 degree and 60 degree. അപ്പോൾ ഇതിൻ്റെ തിയറി എന്നുള്ളത്, ഒരു ബാർ മാഗ്നറ്റ് എന്നുള്ളതിന് അതിന് 2 പോളുള്ളത്. ഓരോ പോളിൻ്റെയും പോൾ സ്ട്രെങ്ത് P ആണ്. and it is separated by the distance L. L is equal to the length of the bar magnet. It is equal to 2L. L എന്നുള്ളത് ടോട്ടൽ ലെങ്ത്തിനെ ക്യാപിറ്റൽ L എന്നും മാഗ്നറ്റിൻ്റെ ഹാഫ് ലെങ്ത്തിനെ സ്മോൾ എൽ എന്നാണ് കാണിക്കുന്നുണ്ടാവുക. ആൻഡ് ഈച്ച് പോൾ പ്രൊഡ്യൂസസ് എ ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R as B is equal to μ0/4π into P/r². ഓരോ പോളും ആ പോളിൽ നിന്ന് R ഡിസ്റ്റൻസ് അപ്പുറത്തുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണിത്. ഇത് ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെയാണ്. 1/4πε0 Q/r² എന്നുള്ളതിന് പകരം ചാർജിന് പകരം പോൾ സ്ട്രെങ്ത് വന്നു μ0/4π into P/r². ബട്ട് റിമെമ്പർ, മാഗ്നറ്റിക് മോണോപോൾ കനോട്ട് എക്സിസ്റ്റ്. ഇലക്ട്രിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യില്ല. എന്നാൽ നമുക്ക് ഈ എക്സ്പ്രഷൻ മാത്തമാറ്റിക്കലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. സോ ഹിയർ ഇറ്റ് വിൽ ബി P into L or P into 2L, that is 2PL. ഇനി ഇവിടെ നോക്കാം, ഒരു മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ദ ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ് ഈസ് 2L. മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് D ഡിസ്റ്റൻസ് അപ്പുറത്തുള്ളൊരു പോയിൻ്റാണ് P എന്നുള്ളത്. അവിടെ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ടോട്ടൽ ഫീൽഡ് കണ്ടെത്താനുള്ള ഫോർമുല ഉണ്ടാക്കുകയാണ്. ആക്ച്വലി ഇൻ അവർ എക്സ്പെരിമെൻറ്റ് ആൾസോ ദർ ഈസ് എ ബാർ മാഗ്നറ്റ്. ആ ബാർ മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് D ഡിസ്റ്റൻസ് അപ്പുറത്താണ് കോമ്പസ് ഉള്ളത്. ആ കോമ്പസിൻ്റെ സെൻറ്ററിൽ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദാറ്റ്. വി ക്യാൻ സീ ദാറ്റ് B is equal to μ0/4π into P. പോൾ സ്ട്രെങ്ത് 2 പോളിൻ്റെയും സ്ട്രെങ്ത് സെയിം ആണ്. സോ P ഇൻറ്റു, ഇവിടെ നോർത്ത് പോൾ വളരെ അടുത്താണ്, സൗത്ത് പോൾ അകലെയുള്ളത്. ഇപ്പോൾ നോർത്ത് പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കും. സൗത്ത് പോളിൻ്റെ ഫീൽഡ് അത്രത്തോളം സ്ട്രോങ് ആവില്ല. ബിക്കോസ് സൗത്ത് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് D + L
അതേസമയം നോർത്ത് പോളിലേക്ക് ഈ സെൻട്രൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പിയിൽ നിന്ന് നോർത്തിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇറ്റ് ഈസ് ഡി മൈനസ് എൽ, ബിക്കോസ് മാഗ്നറ്റിൻ്റെ ഹാഫ് ലെങ്ത് മൈനസ് എൽ ആണ് വരിക. അപ്പോൾ ഡി മൈനസ് എൽ എന്ന് പറയുന്ന ആ പൊസിഷനിൽ ഈ നോർത്ത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വരാം മ്യൂ സീറോ പി ബൈ 4π. ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ് ഫോർ ബോത്ത് പോൾ ഇൻറ്റു 1/r² എന്നുള്ളത് 1/d-l ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ നോർത്ത്. ആൻഡ് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സൗത്ത് ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു നോർത്ത്. നോർത്ത് എന്നുള്ളത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഫീൽഡ് എവേ ആൻഡ് സൗത്ത് വിൽ പ്രൊഡ്യൂസ് ഫീൽഡ് ടുവാർഡ്സ് ദ സൗത്ത്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ സൗത്ത് പോൾ പിയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് വരിക. സോ ഇറ്റ് വിൽ ബി മൈനസ് ഇൻറ്റു 1/r² എന്നുള്ളത് ഇവിടെ എന്ത് വരും? ഇറ്റ് ഈസ് d+l ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ 4π ഇൻറ്റു d+l ഹോൾ സ്ക്വയർ മൈനസ് d-l ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ d+l ഹോൾ സ്ക്വയർ ഇൻറ്റു d+l ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഇവിടെ d² l² ക്യാൻസൽ ചെയ്യും, ബാക്കി വരുന്നുണ്ട് അപ്പോൾ 2dl മൈനസ് 2dl. സോ ഇറ്റ് വിൽ ബി 4dl. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ d-l ഇൻറ്റു d+l d² മൈനസ് l² ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ദ ഫോർമുല ഈസ് ദിസ് വൺ. ഇറ്റ് ഈസ് മ്യൂ സീറോ ബൈ 4π ഇൻറ്റു 4dl. ഈ പി ഞാൻ ഉള്ളിലേക്ക് എടുത്തു ഇൻറ്റു d² മൈനസ് l² ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ മ്യൂ സീറോ ബൈ 4π ഇൻറ്റു ഇവിടെ 2pl എന്നുള്ളത് ഇറ്റ് ഈസ് പോൾസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിയം. So that can be written as 2 into 2pl, that is m into d, 2md by d² minus l² whole square. So this is the magnetic field produced by a bar magnet at a distance d along the axis. So this field is acting along the axial line. In our experiment it is perpendicular to the BH. So we can use the, if this field produces an angle theta in the magnetometer, we can use the tangent law. B is equal to BH tan theta, or B is µ 0 by 4π 2md by d² minus l² whole square is equal to BH tan theta, or the magnetic dipole moment m is equal to 4π by µ 0. This is taken into that side, 4π by µ 0 into d² minus l² whole square divided by 2d into BH tan theta. So by using this formula, by measuring dl, that is half length of the magnet, and knowing the value of BH and measuring the angle theta, we can find the magnetic dipole moment of the bar magnet. And then pole strength P will be equal to m by 2l, because m is equal to P into 2l. And by using this formula for magnetic dipole moment, we can find the pole strength of the magnet. So this is the experiment. Pole strength magnetic dipole momentum tan എ പൊസിഷനിൽ ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ 4π എന്നുള്ളത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ബി എച്ച് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സ്ഥലത്താണെങ്കിൽ ബി എച്ചിൻ്റെ വാല്യൂ എന്നുള്ളത് ഇറ്റ് ഈസ് അബൌട്ട് 0.38 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല. മ്യൂ 0 ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ 4π ഇൻറ്റു 10⁻⁻⁷. അപ്പോൾ 4π ബൈ 4π ഇൻറ്റു 10⁻⁻⁷ എന്നുള്ളത് 10⁻+7 ആവും. ദാറ്റ് 10⁻+7 ഇൻറ്റു ബി എച്ച് എന്നുള്ളത് it will be 0.38 into 10⁻⁻⁴ into 10⁻+7, that will be 380, that is 380. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയും വരാം, 380 ഇൻറ്റു d² മൈനസ് l² ഹോൾ സ്ക്വയർ ബൈ 2d tan theta, that is 4π µ 0 BH എന്നതിനെ 380 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. Now this is tan A position. ഇപ്പോൾ ടാൻ എ പൊസിഷനിൽ എന്ത് ചെയ്തു? നമ്മുടെ മാഗ്നറ്റ് ടാൻജൻറ്റ് ലോണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായി വരുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി എർത്ത്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ആം, ആൻഡ് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാഗ്നറ്റ് ഈസ് പാരലൽ ടു ദ ആം. അപ്പോൾ അത് രണ്ടും കൂടെ ഇവിടെ നോർമലായി വന്നു. അങ്ങനെ ടാൻജൻറ്റ് ലോ യൂസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് കാൾഡ് ടാൻ ബി പൊസിഷൻ, ദാറ്റ് ഈസ് കാൾഡ് സൈഡ് ഓൺ പൊസിഷൻ. ടാൻ ബി പൊസിഷനിലും ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിന് ദർ ഈസ് ആൻ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടുത്തെ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ദ കോമ്പസ് സലോൺ ഈസ് റൊട്ടേറ്റഡ് സോ ദാറ്റ് 90-90 ലൈൻ ഈസ് പാരലൽ ടു ദി ആം ഓഫ് ദി മാഗ്നറ്റോമീറ്റർ. ആദ്യം നമ്മൾ 90-90 ലൈന് ഈ മാഗ്നറ്റോമീറ്ററിൻ്റെ ആമിന് പാരലാക്കി മാറ്റാണ്. ദെൻ മാഗ്നറ്റോമീറ്റർ ആസ് എ ഹോൾ ഈസ് റൊട്ടേറ്റഡ് സോ ദാറ്റ് അലുമിനിയം പോയിൻ്റർ റീഡ്സ് 00. അലുമിനിയം പോയിൻ്റർ 00 വരുന്ന രീതിയിൽ മാഗ്നറ്റോമീറ്റർ ടോട്ടലായിട്ട്
റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയും കാണാം നോർത്ത് ഡയറക്ഷൻ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ അലുമിനിയം പോയിന്റർ 0 കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവിടെ മാഗ്നറ്റിക് എല്ലാ സമയത്തും മാഗ്നറ്റിക് നീഡിൽ വരുന്നുണ്ടാവാൻ നോർത്ത് ഡയറക്ഷനിലാണ്. സോ മാഗ്നറ്റിക് നീഡിൽ വിൽ ബി ഷോയിങ് 90 അലുമിനിയം പോയിന്റർ 0 ആൻഡ് നൗ 90 ലൈനാണ് നമ്മുടെ ആമിന് പാരലായിട്ടുള്ളത്. അറ്റ് ദിസ് പൊസിഷൻ the magnetic field produced by the earth is parallel to the arm of the magnetometer. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. എല്ലാ സമയത്തും ഒരു കാര്യം ഓർത്ത് വെക്കുക, എർത്തിൻ്റെ ടോട്ടൽ ഫീൽഡ് നമ്മൾ എടുക്കുന്നില്ല. ഓൺലി ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വിൽ ബി സെൻസിറ്റീവ് ടു പ്രൊഡ്യൂസ് ഡിഫ്ലക്ഷൻ ഇൻ ദി കോമ്പസ് ബോക്സ് ബിക്കോസ് കോമ്പസ് ബോക്സ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. കോമ്പസ് ബോക്സ് ക്യാൻ ഗോ ഡിഫ്ലക്ഷൻ ഓൺലി ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇറ്റ് ഈസ് along the length of the bar magnet, and we have to produce another along the length of the deflection magnetometer, that is along the arm of the deflection magnetometer, or the arm of the deflection magnetometer is now in the north south direction. Now we are using a bar magnet. Now the bar magnet is placed such that it is perpendicular to the arm. bar magnet ഇപ്പോൾ വെച്ചിട്ടുള്ളത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ദാറ്റ് ഈസ് കാൾഡ് സൈഡ് ഓൺ എന്ന് പറയാം. ഇങ്ങനെ പെർപെൻഡിക്കുലറായി വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ബാർ മാഗ്നറ്റിൻ്റെ കേസിനെ സംബന്ധിച്ച് വിത്ത് റെസ്പെക്ട് ടു ദ ബാർ മാഗ്നറ്റ്, ദ പോയിന്റ് ദാറ്റ് ഈസ് ദ കോമ്പസ് ഇൻ ദ മിഡിൽ ഓഫ് ദി ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ലൈസ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് ദി ബാർ മാഗ്നറ്റ്. ഈ ബാർ മാഗ്നറ്റിൻ്റെ ആക്സിൽ ലൈൻ എന്ന് പറയുമ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത്തിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ആക്സിൽ ലൈന്. ഇപ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് d അപ്പുറത്താണ് നമ്മുടെ കോമ്പസ് വെച്ചിട്ടുള്ളത്. സോ നൗ ദ കോമ്പസ് ഈസ് അറ്റ് ദി ഇക്വറ്റോറിയൽ പോയിന്റ്, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആ ഇക്വറ്റോറിയൽ ലൈനിലാണ് ഇപ്പോൾ കോമ്പസ് വന്നിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് എൻ എക്സ്പ്രഷൻ ഫോർ ദി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബാർ മാഗ്നറ്റ് അറ്റ് എൻ ഇക്വറ്റോറിയൽ പോയിന്റ്. ഈ ബാർ മാഗ്നറ്റ് ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്തണം. ആൻഡ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി ആം ഓഫ് ദി മാഗ്നറ്റോമീറ്റർ. അത് ഈ മാഗ്നറ്റോമീറ്ററിൻ്റെ ആമിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഒന്നുകിൽ ഈ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ, ഡിപ്പെൻഡിങ് ഓൺ ദ നോർത്ത് സൗത്ത്. ഈ കേസിൽ ഇങ്ങനെയാണെങ്കിൽ നോർത്ത് ഫീൽഡ് എന്നുള്ളത് ഈ രീതിയിൽ വരുന്നുണ്ടാവും, സൗത്ത് ഫീൽഡ് എന്നുള്ളത് ഇറ്റ് വിൽ ബി ടുവാർഡ്സ് ദാറ്റ്. സോ രണ്ടും കോമ്പിനേഷൻ ആയിട്ട് വലത് ഭാഗത്തേക്ക് എന്തോരും ഒരു നെറ്റ് ഫീൽഡ് വരും. എനിവേ റൈറ്റിലേക്കാണെങ്കിലും ലെഫ്റ്റിലേക്കാണെങ്കിലും ദാറ്റ് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി എർത്ത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഡിഫ്ലക്ഷൻ ഷുഡ് ബി ബിറ്റ്വീൻ 30 and 60 degree, so that the distance d is adjusted to make the deflection between 30 and 60 degree. Again by measuring the deflection produced by placing the bar magnet. ഈ ബാർ മാഗ്നറ്റ് വെക്കുന്ന സമയത്ത് അലുമിനിയം പോയിന്റർ 0 ഉള്ള അലുമിനിയം പോയിന്റർ വേറെ റീഡിങ് കാണിക്കുന്നുണ്ടോ, അപ്പോൾ എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടെന്നുള്ള തീറ്റ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ ബൈ യൂസിങ് ദ ടാൻജൻറ്റ് ലോ വി ക്യാൻ ഡിറ്റർമിൻ ദി P and M of the bar magnet. Now the theory. ഇവിടെയും രണ്ട് മാഗ്നറ്റിക് പോളാണുള്ളത്. ഈച്ച് പോൾ പ്രൊഡ്യൂസസ് μ0 p by 4 pi r square at a distance r. Now dipole moment എന്നുള്ളത് it is 2pl. Now the field at the point D at axial line of the bar magnet. Now this is the axial line. ഈ ബാർ മാഗ്നറ്റിൽ നിന്ന് d ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ആക്സിയൽ ലൈനിലുള്ള പോയിൻ്റാണിത്. ആ പോയിന്റിലേക്ക് ഓരോ പോളിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ് r എന്നുള്ളത്. സോ ദ ഫീൽഡ് B is equal to μ0 by 4 pi into p by r square. That is the field produced by one pole. ഇവിടെ രണ്ട് പോളുണ്ട്. നോർത്ത് പോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്നുള്ളത് ഇറ്റ് വിൽ ബി അവേ ഫ്രം ദ പോൾ. സോ ദാറ്റ് ദിസ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. നോർത്ത് പോൾ ഉണ്ടാക്കുന്ന പോൾ ഇറ്റ് വിൽ ബി അവേ ഫ്രം ദ പോൾ. ആൻഡ് സൗത്ത് പോൾ പ്രൊഡ്യൂസസ് എ ഫീൽഡ് ടുവാർഡ്സ് ദ പോൾ. അത് ടുവാർഡ്സ് എന്ന രീതിയിലൊരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫീൽഡിൻ്റെയും കമ്പനൻറ്റ്, ഒരു കമ്പനൻറ്റ് ഇവിടേക്ക് ആഡ് ചെയ്ത് വരും, ഒരു കമ്പനൻറ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് B1 കോസ് തീറ്റ കമ്പനൻറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന B2 കോസ് തീറ്റ കമ്പനൻറ്റും കൂടെ ആഡ് ചെയ്യും. B1ഉം B2ഉം ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ളത് ബിക്കോസ് ദിസ് ഡിസ്റ്റൻസ് r ഇസ് സെയിം. So the net field will be B1 cos theta plus B2 cos theta, that is 2B1 cos theta, because B1 and B2 are same magnitude രണ്ടിനും വരുന്നത്. അപ്പോൾ 2B cos theta, that is this one. B is here, the field produced by one pole into 2 cos theta, because the cos theta components are adding together. 2 cos theta
That is equal to mu 0 p by 4 pi into 2 into 2 by r square into cos theta. Now cos theta is equal to adjacent side by hypotenuse. Adjacent side is L because half length L by hypotenuse is R. So L by R. So this can be written as mu 0 2pl. 2 into p into L is magnetic dipole moment by 4 pi into r cube. This can be written as r cube. Now r in terms of small d and small l is r is equal to root of d square plus l square. So r cube will be equal to d square plus l square raised to 3 by 2. So we can write it as b is equal to mu 0 m. M is obtained from 2pl. Mu 0 by 4 pi m by r cube is d square plus l square raised to 3 by 2. So this is the field acting parallel to the length of the magnet. Parallel to the length of the magnet means perpendicular to the magnetometer, because now the magnet is placed perpendicular to the magnetometer. So the field is acting in this direction or in this direction, and it will be perpendicular to the magnetometer or it will be perpendicular to the horizontal component of Earth's magnetic field. And if theta is the deflection produced, we can use B is equal to BH tan theta. So here B is mu 0 by 4 pi m by d square plus l square raised to 3 by 2 is equal to BH tan theta. Therefore m is equal to 4 pi by mu 0 into d square plus l square raised to 3 by 2 tan theta. So here also we can use this m. This is m by bh, and m is equal to 4 pi by mu 0 into d square plus l square raised to 3 by 2 into bh tan theta. So by using this expression we can calculate the value of m, because d can be measured from the experiment, l can be measured, and bh it is a standard value, and theta can be obtained from the experiment. Again, pole strength P is equal to m by 2l. Both of them can be calculated as shown in the earlier case. We can see that 4 pi by mu 0 bh അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 380 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. So this can be written as 380 d square plus l square raised to 3 by 2 tan theta. That is tan B position. Now there remains one more position called tan C position. Deflection magnetometer has a third position called tan C position. The tan C position deflection magnetometer arrangement വരുന്നത് tan A position പോലെ തന്നെയാണ്. That is, it is arranged in the tan A position. That is, compass box is alone rotated so that 0 line is parallel to the arm. Then the whole magnetometer is rotated so that aluminum pointer reads 0. Now in this setup, the deflection magnetometer will be in the east-west direction, and the magnetic needle will be in the north-south direction. Magnetic needle will be always in the north-south direction in the absence of any other field. Now we are placing a magnet, but the difference is here the magnet is placed perpendicularly. That is, it is placed vertically. വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ ഇവിടെ കുത്തനെ വെച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആ മാഗ്നറ്റ് ഇവിടെ കാണാൻ പറ്റില്ല. മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ഓൺ ദി ആം ഓഫ് ദി ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ സച്ച് ദാറ്റ് ബോട്ടം ഓഫ് ദ മാഗ്നറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ സെൻറ്റർ ഓഫ് ദി കോമ്പസ്. ഈ കോമ്പസിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ മാഗ്നറ്റ് കുത്തനെ വെച്ചിരിക്കുന്ന മാഗ്നറ്റിൻ്റെ ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസാണ് ഡി എന്നുള്ളത്. മാഗ്നറ്റ് കുത്തനെ വെച്ചതുകൊണ്ട് നമുക്കതിൻ്റെ ലെങ്ത് ഇവിടെ കാണാൻ പറ്റില്ല, ഒരു സ്പോട്ട് മാത്രമേ കാണുന്നുള്ളൂ. The deflection that is distance d. Here the bar magnet is placed vertically, but this is the difference is tan A and tan B horizontal light and bar magnet vertical, but here it is placed vertically. And here also the pointer should be between 30 and 60 degree. Deflection measure ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോൾ സ്ട്രെങ്ത്തും മറ്റെല്ലാം കൂടി ഡിറ്റർമിൻ ചെയ്യാം. സോ തിയറി ഇവിടെയും the distance separated between the two poles is 2l or capital L. Each pole produces a field at a distance mu 0 by 4 pi p by r square. Dipole moment is 2pl. So here നമുക്ക് ഇവിടെ കാണാം ഇത് കുത്തനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ നോർത്ത് പോൾ ഇപ്പോൾ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോർത്ത് പോളിൽ നിന്ന് നോർത്തോ സൗത്തോ ഏതുമാവാം, ഈ പോളിൽ നിന്ന് ബോട്ടം സൈഡിൽ വരുന്ന പോളിൽ നിന്ന് d ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വേണ്ടത്. സോ ദിസ് പോൾ വിൽ പ്രൊഡ്യൂസ് എ field here. What will be that field? It will be mu 0
by 4 pi into p by d square എന്ന് വരും, ബിക്കോസ് ആർ ഈസ് നൗ ഡി. ഇവിടുന്ന് ഈ സെൻട്രൽ ഈ പോളിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഫീൽഡ് μ0 by 4 pi into p by d square. ആൻഡ് ദിസ് ഫീൽഡ് പോൾ, സൗത്ത് പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇറ്റ് വിൽ ബി μ0 by 4 pi into p by r square, but that field will be in this line. ഈ ലൈനിലാണ് വരുന്നുണ്ടാവുക. അത് ഹൊറിസോണ്ടൽ ഫീൽഡ് അല്ല. ഇവിടെ കോമ്പസിലേക്ക് ഹൊറിസോണ്ടൽ ഫീൽഡ് മാത്രമേ ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഈ ടോട്ടൽ ഫീൽഡിൻ്റെ ഒരു ഹൊറിസോണ്ടൽ കമ്പനൻറ്റ് മാത്രമാണ് ഇഫക്റ്റീവായിട്ട് ഇവിടേക്ക് കോമ്പസിൽ ഫീൽ ചെയ്യുന്നുണ്ടാവുക. സോ വാട്ട് വിൽ ബി ദ ഹൊറിസോണ്ടൽ കമ്പനൻറ്റ് ഓഫ് ദാറ്റ് ഫീൽഡ്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ് സൗത്ത് പോൾ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൗത്ത് പോൾ ഈസ് μ0 by 4 pi into p by r square. ഇവിടെ ക്ലിയർലി യു ക്യാൻ സീ ദാറ്റ് field produced by the bottom pole will be stronger than the field produced by the top pole, because ഈ ഡിസ്റ്റൻസ് കൂടുതലാണ്. എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു കമ്പനൻറ്റ് മാത്രമേ ഇവിടെ ഇഫക്റ്റീവ് വരുള്ളൂ. ഇവിടെ ഡിസ്റ്റൻസ് കുറവാണ്, ഇതിൻ്റെ ഫുൾ കമ്പനൻറ്റും ഹൊറിസോണ്ടലാണ്. സോ ദ നെറ്റ് ഫീൽഡ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോട്ടം പോൾ. അപ്പോൾ ഇവിടെ വരുന്ന നെറ്റ് ഹൊറിസോണ്ടൽ ഫീൽഡ്, the net horizontal magnetic field produced by the bar magnet will be μ0 by 4 pi into p by d square. That is this field μ0 by 4 pi into p by d square മൈനസ് വരാനുള്ള റീസൺ രണ്ടാമത്തെ ഫീൽഡ് നേരെ മുകളിലോട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കമ്പനൻ്റ് എടുക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദ കമ്പനൻ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദി ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി നോർത്ത് പോൾ. സോ it will be minus μ0 by 4 pi into p by r square. That is the total field produced by the top pole into cos theta. Only we take the horizontal component cos theta. So that is equal to μ0 p by 4 pi is same common. So the remaining will be 1 by d square minus 1 by r square into cos theta is, from here cos theta is adjacent side by hypotenuse, that is d by r. That is μ0 p by 4 pi into 1 by d square minus d by r cube, r square into r cube. Again from here r is equal to root of l square plus d square. Therefore r cube is equal to l square plus r square. Sorry, this is d square, l square plus d square raised to 3 by 2. ഇവിടെ ഡി ആണ് വരുന്നുണ്ടാവും. ഞാനത് നോട്ടിൽ നിങ്ങൾക്ക് കറക്റ്റാക്കി തരുന്നുണ്ട്, ഷെയർ ചെയ്യുന്ന നോട്ടിൽ. So this is L square plus D square raised to 3 by 2, because this is D square. Now this is acting parallel to the arm of the magnetometer. In the magnetometer it is perpendicular to BH. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ മാഗ്നറ്റോമീറ്ററിൻ്റെ ആമിന് പാരലായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യും. അപ്പോൾ ആ കേസിൽ അത് ബി എച്ചിന് പെർപെൻഡിക്കുലർ ആണ്. സോ യു ക്യാൻ യൂസ് ദി ടാൻജൻറ്റ് ലോ. ബി is equal to BH tan theta, or we can see that μ0 by 4 pi into 1 by d square minus d by l square plus r square alla d square raised to 3 by 2 is equal to bh tan theta. So pole strength P is equal to P ennulla pole strength, it is equal to 4 pi by μ0 into bh tan theta divided by this term, that is 1 by d square minus d by d square plus l square raised to 3 by 2. This is correct, d square plus l square raised to 3 by 2. So from this expression we can find the pole strength, and using the dipole moment M will be equal to pole strength into total length of the magnet, P into L or P into 2 into small l. Using this the dipole moment and pole strength can be calculated. And here also 4 pi by μ0 BH can be taken as 380 if you are using SI system. അപ്പോൾ നിങ്ങൾ ലാബിൻ്റെ മാനുവലിൽ മിക്കവാറും 380 എന്നാണ് ഇവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ ആ 380 വരുന്നത് 4 pi by μ0 BH എന്നുള്ളതാണ്. So these are the experiments in tan A, tan B and tan C position.